ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മളൊരു ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ ആണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മുടെ എന്താണ് ആ ഒരു ഹൈവേ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യയും അതുപോലെ എന്താണ് ഹിസ്റ്ററി ഓഫ് റോഡ്സ്, അതുപോലെ നമ്മൾ അലൈൻമെന്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്സിൽ നിന്നുള്ള നമ്മുടെ കേരള PSC ചോദിച്ചതും പിന്നെ അതുപോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ തോന്നിയതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണ്, നമ്മുടെ ആ ഒരു വീഡിയോയുടെ രണ്ടാം ഭാഗമായിട്ടാണ്. അതായത് നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ, അതായത് നമ്മൾ പറയുന്ന ക്രോസ് സെക്ഷണൽ എലമെന്റ്സ് അല്ലെ, നമ്മൾ പറയുന്ന ആ ഒരു ഹൈവേ ക്രോസ് സെക്ഷനിൽ ഇത് ഒരുപാട് പ്രാവശ്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള നമ്മുടെ ഓവർസിയർ എക്സാംസ് ആയാലും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എക്സാംസ് ആയാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന എന്താണ് ക്രോസ് സെക്ഷൻ എലമെന്റ്സ്. നമുക്കറിയാം അല്ലെ, ആ ഒരു റോഡിന്റെ എൻറ്റയർ ക്രോസ് സെക്ഷനിൽ വരുന്ന ആ ഒരു വിവിധ ഭാഗങ്ങൾ അല്ലെ, ആ ഭാഗങ്ങളുടെ എന്താണ് നമ്മുടെ കുറെ ടെക്നിക്കൽ വാല്യൂസ് ഉണ്ട്, മിനിമം വാല്യൂ, ഡിസൈറബിൾ വാല്യൂ എന്നുള്ള വാല്യൂസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഒരു നാഷണൽ ഹൈവേ അല്ലെങ്കിൽ എന്താണ് ഒരു സ്റ്റേറ്റ് ഹൈവേ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് മേജർ ഡിസ്ട്രിക്ട് റോഡോ അല്ലെങ്കിൽ അതർ ഡിസ്ട്രിക്ട് റോഡോ അല്ലെങ്കിൽ വില്ലേജ് റോഡ്സോ ഒക്കെ വരുന്ന കേസിൽ ആ ഒരു വാല്യൂസിലൊക്കെ വരുന്ന വ്യത്യാസങ്ങളും അതുപോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ കാര്യമായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യപ്പെടുന്ന ഒരു ഏരിയയും കൂടിയാണിത് അല്ലെ. സോ അതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ കേരള PSC കുറെ അധികം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി അതിന്റെ ആ ഒരു സൈഡിലുള്ള കുറച്ച് കാര്യങ്ങൾ, ഇനിയിപ്പം ക്വസ്റ്റ്യൻസ് ആ സാധനം തന്നെ ചോദിക്കേണ്ട അതിന്റെ സൈഡിലുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ ചോദിക്കാന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അല്ലെ, അത് നമ്മളൊന്ന് അറിഞ്ഞു വെക്കാം അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വളരെ സിമ്പിൾ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്താണ് ഒരു 5 അല്ലെങ്കിൽ ഒരു 10 തവണയൊക്കെ നമ്മുടെ കേരള PSC തന്നെ ചോദിച്ചിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ് അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പോർഷൻ ഓഫ് എ റോഡ് യൂസ്ഡ് ബൈ ദ വെഹിക്കുലാർ ട്രാഫിക്. അപ്പൊ നമ്മൾ എന്താണ് ആ ഒരു റോഡിന്റെ എന്താണ് ക്രോസ് സെക്ഷൻ അല്ലെ. സോ ഞാനൊരു റോഡ് ക്രോസ് സെക്ഷൻ വരയ്ക്കാണ്. നമ്മൾ യൂഷ്വലി എന്താണ് ആ ഒരു എന്താണ് നമ്മൾ പറയുന്ന ആ ഒരു അല്ലെ, അതായത് ഈ ഒരു എന്താണ് നമ്മുടെ വെഹിക്കിൾസ് മൂവ് ചെയ്യുന്ന ആ ഒരു എന്താണ് സെക്ഷൻ എന്താണ് പറയുന്നതാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ല. അതെന്താണ് നമ്മൾ പറയുന്നത് ക്യാരേജ് വേ എന്നാണ് നമ്മൾ പറയാറ് അല്ലെ. സോ നമ്മൾ അതിന് എന്താണ് ക്യാരേജ് വേ, ആ ഒരു വെഹിക്കിളിനെ ക്യാരി ചെയ്യുന്ന ആ ഒരു വേ അല്ലെ, അതാണ് ക്യാരേജ് വേസ് എന്നാണ് നമ്മൾ യൂഷ്വലി എന്താണ് ആ പറയുന്ന ആ ഒരു സെക്ഷൻ നമ്മൾ പറയാറ് അല്ലെ. സോ അതുകൊണ്ട് അത് ഒരു സംശയമില്ല, നിങ്ങൾ ആൻസർ ചെയ്യാം. അത് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ പറഞ്ഞ ഒരു എന്താണ് 5 അല്ലെങ്കിൽ ഒരു 8 10 പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് ഇനി അടുത്ത എക്സാമിനോ അല്ലെങ്കിൽ മേ ബി ഒരു 2-3 എക്സാമിന്റെ ഇടയിൽ ഒക്കെ കഴിഞ്ഞ ശേഷമൊക്കെ ഉള്ള ഒരു ക്വസ്റ്റിനും കൂടി നിങ്ങൾക്ക് ഇനി എന്താണ് വീണ്ടും ആ ഒരു ക്വസ്റ്റൻ പ്രതീക്ഷിക്കാം അല്ലെ. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു ക്യാരേജ് വേ ആണ് നമ്മൾ പറയുന്ന പോർഷൻ ഓഫ് റോഡ് യൂസ്ഡ് ബൈ ദ വെഹിക്കുലാർ ട്രാഫിക് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് സെക്കൻഡ് ക്വസ്റ്റൻ, ഡാഷ് ഈസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ പേയ്മെന്റ് ആൻഡ് ഷോൾഡർ ഓർ റോഡ് ഫുട്പാത്ത് അല്ലെ. അപ്പൊ നമ്മൾ യൂഷ്വലി എന്താണ് നമ്മൾ പറയുന്നത് ആ ഒരു ക്യാരേജ് വേ റോഡ് എന്താണ് നമ്മൾ പറയുന്ന ആ ഒരു പേയ്മെന്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എന്താണ് അതിന്റെ സൈഡിൽ വരുന്ന ആ ഒരു ഷോൾഡർ ആവാം അല്ലെങ്കിൽ എന്താണ് ഫുട്പാത്ത് അല്ലെ. സോ ഫുട്പാത്ത് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഇടയിൽ വരുന്ന ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറിക്ക് പറയുന്ന പേരെന്താണെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പൊ അവിടെ നമുക്ക് എന്താണ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഫുട്പാത്ത് ഉണ്ട്. ഫുട്പാത്ത് എന്തായാലും ആവില്ലല്ലോ, അവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് എന്താണ് ഷോൾഡർ ഓർ റോഡ് ഫുട്പാത്തിന്റെ ഇടയിൽ വരുന്ന ആ ഒരു മാർജിൻ എന്താണെന്ന് ചോദിച്ചത് അല്ലെ. സോ ഫുട്പാത്ത് അല്ല, സൈക്കിൾ ട്രാക്കും എന്തായാലും അല്ല, കർബും സെപ്പറേറ്ററും അല്ലെ. സെപ്പറേറ്ററിന് നമ്മൾ യൂഷ്വലി പറയുന്നത് എന്താണ്, നമ്മൾ ആ ഒരു മീഡിയൻസ് അല്ലെ, ആ ഒരു റോഡിനെ എന്താണ് രണ്ടായിട്ട് ആ ഒരു ഡയറക്ഷണൽ ട്രാഫിക്കിനെ 2 ദിശയിൽ നിന്നുള്ള ഡയറക്ഷൻ ട്രാഫിക്കിനെ എന്താണ് 2 സൈഡിൽ അല്ലെ, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സാധനത്തിനാണ് നമ്മൾ സെപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ എന്താണ് മീഡിയൻസ് എന്ന് പറയാറ് അല്ലെ. സോ അതുകൊണ്ട് അത് സെപ്പറേറ്റേഴ്സും അല്ല. സെപ്പറേറ്റേഴ്സിന്റെ കേസ് എന്താണ് നമ്മൾ പറയുന്ന പോലെ എന്താണ് ആ ഒരു ഡയറക്ഷനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെപ്പറേറ്റേഴ്സ് കൊടുക്കുന്നത്, റോഡിനെ 2ആയി മുറിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതുപോലെ എന്താണ് ഇവിടെ കെർബാണ് നമ്മൾ പറയുന്ന ആ ഒരു ആൻസർ അല്ലെ. നമ്മൾ പറയുന്ന ആ ഒരു എന്താണ് ആ ഒരു ക്യാരേജ് വേയും അതുപോലെ നമ്മൾ പറയുന്ന ആ ഒരു ഫുട്പാത്ത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്ന ആ ഒരു ഷോൾഡറിന്റെ ഇടയിൽ വരുന്ന ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു മാർക്കിംഗ് അല്ലെ, ആ ഒരു ഡിമാർക്കേഷൻ നമ്മൾ പറയാം അല്ലെ. സോ അതുകൊണ്ട് അതെന്താണ് കെർബാണ്. അതുപോലെ ഫുട്പാത്തിന്റെ കേസിൽ നമ്മൾ യൂഷ്വലി പറയുന്നതാണ് ഫുട്പാത്ത് നമ്മൾ അല്ലെ ഒരു എന്താണ് നമ്മൾ യൂഷ്വലി ആ ഒരു ആൾക്കാർക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പെഡസ്ട്രിയൻ ട്രാഫിക്കിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഏരിയ ആണ്. അതിന്റെ മിനിമം വിഡ്ത്ത് നമ്മൾ 1.5 മീറ്റേഴ്സ്, അതുപോലെ എന്താണ് ഡിസൈറബിൾ വിത്ത് 2 മീറ്റേഴ്സ് ഒക്കെയാണ് നമ്മൾ അവിടെ കൊടുക്കാറില്ല. അതുപോലെ സൈക്കിൾ ട്രാക്സ് നമ്മൾ യൂഷ്വലി പറയുന്നതാണ് മിനിമം നമ്മൾ പറയുന്നത് 2 മീറ്റേഴ്സ് ആണ് അല്ലെ. അതുപോലെ ഫുട്പാത്തിന് ഡിസൈറബിൾ നമ്മൾ പറയുന്നത് എന്താണ് ഡിസൈറബിൾ ആയിട്ട് പറയുന്നത് 2 മീറ്റേഴ്സ് ആണ് അല്ലെ. സോ ആ വാല്യൂസ് ഒക്കെ ഓർത്ത് വെക്കുക. അതുപോലെ സെപ്പറേറ്റേഴ്സ് നമ്മൾ ഡിസൈറബിൾ ആയിട്ട് പറയുന്നത് 5 മീറ്റേഴ്സ് ആണ്.
അതുപോലെ ആബ്സല്യൂട്ട് മിനിമം അല്ലെ, ആബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്ന ആ ഒരു കേസിലാണ് പറയുന്നത് 1.2 മീറ്റേഴ്സ്. അത് അർബൻ റോഡ്സിന്റെ കേസിൽ അറ്റ്ലീസ്റ്റ് ഒരു 1.2 മീറ്റേഴ്സ് എങ്കിലും നമ്മൾ മീഡിയൻസ് ഒക്കെ കൊടുക്കണം, സെപ്പറേറ്റേഴ്സ് ഒക്കെ കൊടുക്കണം എന്നാണ് പറയുന്നത് അല്ലെ. ഇനി നമുക്ക് ഈ കർബിലേക്ക് വരാം. ഈ കർബിന്റെ കേസിൽ നമ്മൾ എന്താണ്, കർബിന്റെ കേസിൽ നമ്മൾ മൂന്നായിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട് അല്ലെ. സോ ജസ്റ്റ് ആ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി നമ്മൾ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ക്ലാസ് 1 അല്ലെ, ക്ലാസ് 1 ആണ്. ക്ലാസ് 1 അല്ലെങ്കിൽ എന്താണ് നമ്മൾ ലോ കർബ് അല്ലെങ്കിൽ മൗണ്ടബിൾ കർബ് എന്നൊക്കെ പറയും. ലോ കർബ് അല്ലെങ്കിൽ എന്താണ് മൗണ്ടബിൾ കർബ് എന്ന് പറയാറുണ്ട്, മൗണ്ടബിൾ കർവ് അല്ലെ. സോ ആ കേസിൽ യൂഷ്വലി എന്താണ് നമ്മൾ പറയുന്ന ആ ഒരു ഹൈറ്റ് ഓഫ് ദ കർവ് എന്താണ് ഒരു 10 സെന്റിമീറ്റർ ഒക്കെയാണ് വരാറ് അല്ലെ. ഹൈറ്റ് ഓഫ് ദ കർവ് ഒരു 10 സെന്റിമീറ്റർ ഒക്കെയാണ് നമ്മൾ യൂഷ്വലി അവിടെ അപ്ലൈ ചെയ്യാറ്. അതുപോലെ എന്താണ് അവിടെ ആ ഒരു പേര് ലോ കർവ് അല്ലെങ്കിൽ മൗണ്ടബിൾ കർവ് അല്ലെ. എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാൽ വേണമെങ്കിൽ നമ്മുടെ എന്താണ് വെഹിക്കിൾസിന് കുറച്ച് ഒന്ന് ആയാസപ്പെട്ട് അപ്പുറത്തോട്ട് കയറി പോകാനുള്ള അത്ര ഒരു 10 സെന്റിമീറ്റർ ഹൈറ്റ് മാത്രമേ അതിനുള്ളൂ അല്ലെ. സോ അതുകൊണ്ടാണ് അതിനെ മൗണ്ടബിൾ കർവ് എന്ന് പറയുന്നത് അല്ലെ. ഇനി അതുപോലെ എന്താണ് ക്ലാസ് 2 എന്ന് പറയുന്നത്, ക്ലാസ് 2 അല്ലെങ്കിൽ എന്താണ് സെമി ബാരിയർ അല്ലെങ്കിൽ സെമി മൗണ്ടബിൾ, സെമി ബാരിയർ അല്ലെങ്കിൽ എന്താണ് സെമി മൗണ്ടബിൾ എന്നും പറയാറുണ്ട്, സെമി മൗണ്ടബിൾ എന്നും പറയാറുണ്ട്. അതുപോലെ എന്താണ് നമ്മൾ യൂഷ്വലി പറയുന്നത് എന്താണ് ലോ സ്പീഡ് അല്ലെ, ലോ സ്പീഡ് എന്നൊക്കെ പറയാം, ലോ സ്പീഡ് കർബ് എന്നൊക്കെ പറയാറുണ്ട്. അതെന്താണ് ഹൈറ്റ് നമ്മൾ യൂഷ്വലി ഒരു 15 to 20 സെന്റിമീറ്റർ ആണ് പറയുന്നത്. അതിൽ തന്നെ എന്താണ് 15 ആണ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യാറ് അല്ലെ. 15 സെന്റിമീറ്റർ ആണ് നമ്മൾ യൂഷ്വലി അവിടെ പ്രൊവൈഡ് ചെയ്യാറ്, 15 സെന്റിമീറ്റർ ആണ് നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യാറ്. അതിൽ തന്നെ എന്താണ് ജസ്റ്റ് നമ്മൾ ആ ഒരു ഇനീഷ്യൽ ടോപ്പ് 1.5 അല്ല എന്താണ് ടോപ്പ് 7.5 സെന്റിമീറ്റർ നമ്മൾ ഒരു ഇൻക്ലിനേഷനിൽ കൊടുക്കുന്നു. പിന്നെ എന്താണ് അതൊരു ബാക്കി വേർട്ടിക്കൽ അല്ലെ. സോ ഇൻക്ലിനേഷൻ എന്താണ് ഇത് 7.5ഉം 7.5 ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ് അല്ലെ. അതുപോലെ എന്ത് ഇൻക്ലിനേഷൻ 1:1 ആണ് നമുക്ക് പഠിച്ചു, 1 ഹൊറിസോണ്ടൽ ഈസ്റ്റ് 1 വെർട്ടിക്കൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ് ഇത് 1, 2 അതുപോലെ തേർഡ് ടൈപ്പ് ഓഫ് കർവ് അല്ലെ. തേർഡ് ടൈപ്പ് ഓഫ് കർവിനെയാണ് നമ്മൾ എന്താണ് ബാരിയർ ടൈപ്പ് എന്ന് പറയുന്നത് അല്ലെ. ബാരിയർ ടൈപ്പ് അല്ലെങ്കിൽ എന്താണ് ടൈപ്പ് 3 എന്ന് പറയാറ് അല്ലെ. ടൈപ്പ് 3 കർവ് എന്ന് പറയാറുണ്ട്. അതെന്താണ് ഹൈറ്റ് യൂഷ്വലി എന്താണ് നമ്മൾ 20 to 40 ആണ് പറയാറ്. അതിൽ തന്നെ എന്താണ് 20 സെന്റിമീറ്റർ ആണ് നമ്മൾ യൂഷ്വലി അവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഹൈറ്റ് അല്ലെ. അതിൽ തന്നെ എന്താണ് നമ്മൾ യൂഷ്വലി ഒരു സൈഡ് എന്താണ് ടേപ്പർ അല്ലെ, ഒരു സൈഡ് കുറച്ചൊരു എന്താണ് ഇൻക്ലിനേഷനിലാണ് കൊടുക്കാറ്. അവിടെ നമ്മൾ പറയുന്ന ആ ഒരു എന്താണ് ആ ഒരു എന്താണ് സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ഹൊറിസോണ്ടൽ ഈസ്റ്റ് 4 വെർട്ടിക്കൽ അല്ലെ. സോ അതാണ് നമ്മൾ യൂഷ്വലി അവിടെ പറയുന്ന ആ ഒരു സ്ലോപ്പ്. ആ ഒരു 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കേർബിന്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ എന്താണ് ഫുട്പാത്തിന്റെയും അതുപോലെ നമ്മൾ പറഞ്ഞ സൈക്കിൾ ട്രാക്കും അതുപോലെ നമ്മൾ പറഞ്ഞ ആ സെപ്പറേറ്റേഴ്സ് അല്ലെ. സോ അതിന്റെ ഒക്കെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. എന്താണ് ആ ഒരു ഡിസൈറബിൾ വാല്യൂസും അതുപോലെ ആ ഒരു മിനിമം വാല്യൂസിന്റെ ഒക്കെ കേസ് അല്ലെ. സോ അതാണ് നമ്മൾ പറയുന്ന ആ ഒരു ക്വസ്റ്റൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് നമ്മൾ പറയുന്ന ആ ഒരു സി അല്ലെ, കർബാണ് നമ്മൾ പറയുന്ന ആ ഒരു സെപ്പറേഷൻ. നമ്മൾ പറയുന്ന ഫുട്പാത്തിനെയും അതുപോലെ എന്താണ് നമ്മുടെ ആ ഒരു പേയ്മെന്റ് കാരേജ് വേയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് കർബ്സ് ആണ് അല്ലെ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 3, ദ ഫോർമേഷൻ വിഡ്ത്ത് ഓഫ് എ ഡബിൾ ലൈൻ NH. ഫോർമേഷൻ വിഡ്ത്ത് ഓഫ് എ ഡബിൾ ലൈൻ NH അല്ലെ. അപ്പൊ ഈ ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത് യൂഷ്വലി എന്താണ് നമ്മൾ ആ ഒരു എംബാങ്ക്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലെ, ഒരു എംബാങ്ക്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ ഒരു കട്ടിങ്ങിലോ റോഡ് കൊടുക്കുകയാണെങ്കിൽ അല്ലെ, ആ ഒരു പോയിന്റിൽ ആ ഒരു ബോട്ടം ഓഫ് ദ പേയ്മെന്റിൽ നമ്മൾ പറയുന്ന ആ ഒരു വിഡ്ത്തിനെയാണ് നമ്മൾ എന്താണ് ഈ പറയുന്ന ഫോർമേഷൻ വിഡ്ത്ത് അല്ലെ അല്ലെങ്കിൽ റോഡ് വേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ബേസിക്കലി ഇവിടെ എന്താണ് ഇത് നമ്മൾ ആ ഒരു പേയ്മെന്റ് പ്ലസ് 2 times ദ വിഡ്ത്ത് ഓഫ് ഷോൾഡർ അല്ലെ. രണ്ട് സൈഡിലും ഷോൾഡേഴ്സ് ഉണ്ട്. സോ യൂഷ്വലി നമ്മൾ പറയുന്ന ആ ഒരു വാല്യൂ അതാണ് അല്ലെ, ആ ഒരു കാരേജ് വേ പ്ലസ് എന്താണ് നമ്മൾ പറയുന്ന ആ രണ്ട് സൈഡിലുള്ള ഷോൾഡേഴ്സിന്റെ ടോട്ടൽ വിഡ്ത്തിനെയാണ് നമ്മൾ എന്താണ് ആ ഒരു എന്താണ് ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയാറ് അല്ലെ. അപ്പൊ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ് ഫോർമേഷൻ വിഡ്ത്ത് ഓഫ് എ ഡബിൾ ലൈൻ നാഷണൽ ഹൈവേ എംബാങ്ക്മെന്റ്. ഈ ഒരു കാര്യം ഈ ഫോർമേഷൻ വിഡ്ത്തിന്റെ ക്വസ്റ്റ്യൻസ് എന്താണ് കുറെ നാഷണൽ ഹൈവേസിന്റെ മാത്രമല്ല മേജർ ഡിസ്ട്രിക്ട് റോഡും സ്റ്റേറ്റ് ഹൈവേസിന്റെ ഒക്കെ കേസിൽ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ആ വാല്യൂസ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. സോ നമ്മൾ എന്താണ് ടൈപ്പ് ഓഫ് റോഡിന്റെ ബേസിൽ ടൈപ്പ് ഓഫ് റോഡ്, ഓരോ ടൈപ്പ് ഓഫ് റോഡ്സിന് പല രീതിയിലാണ് ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു ഫോർമേഷൻ വിഡ്ത്ത് വരുന്നത് ടൈപ്പ് ഓഫ് റോഡ്. അതുപോലെ എന്താണ് ലെയിൻസിന്റെ എണ്ണം വെച്ചിട്ട് അല്ലെ നമ്മൾ എന്താണ് പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈന്, അതുപോലെ എന്താണ് മൗണ്ടേനിയസ് ആൻഡ് സ്റ്റീപ്പ് ടെറൈൻ അല്ലെ. പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ നിങ്ങൾക്ക് അറിയാം എന്താണ് പ്ലെയിൻ ടെറൈൻ ആകുമ്പോൾ നമ്മൾ യൂഷ്വലി 0 to 10% ആണ് ആ ഒരു സ്ലോപ്പ് പറയുന്നത്. അതുപോലെ റോളിംഗ് ആകുമ്പോൾ എന്താണ് 10 to 25% പറയുന്നു. അതുപോലെ എന്താണ് മൗണ്ടേനിയസ് ആകുമ്പം 25 to 60% പറയുന്നു. അതുപോലെ സ്റ്റീപ്പ് ആകുമ്പോൾ എന്താണ് ഗ്രേറ്റർ ദാൻ 60% അല്ലെ. സോ ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക, അതും ക്വസ്റ്റനിൽ വന്നിട്ടുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന ആ ഒരു ഡിഫറെന്റ് ടെറൈൻസിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെ.
അപ്പൊ ഇനി ടൈപ്പ് ഓഫ് റോഡ് നാഷണൽ ഹൈവേ ആൻഡ് സ്റ്റേറ്റ് ഹൈവേ, അതുപോലെ എന്താണ് സിംഗിൾ ലൈനും ഡബിൾ ലൈൻ്റെയും കേസിൽ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണെങ്കിൽ രണ്ട് കേസിൽ നമ്മൾ പറയുന്നത് അല്ലെ 12 മീറ്റേഴ്സ് ആണ്. അത് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതെന്താണ് നമ്മൾ പറഞ്ഞ 2 ലൈൻ റോഡ് ആണെങ്കിൽ അല്ലെ 3.5ഉം 3.5 7 ആയി രണ്ട് സൈഡിൽ മിനിമം വിഡ്ത്ത് ഓഫ് ഷോൾഡർ എന്ന് പറയുന്നത് അല്ലെ. അതെന്താണ് 2.5 അപ്പുറത്തും 2.5 അപ്പുറത്തും. മിനിമം വിഡ്ത്ത് ഓഫ് ഷോൾഡർ നമ്മൾ യൂഷ്വലി 2.5 മീറ്റേഴ്സ് ആണ് പറയാറ് അല്ലെ. സോ അതുകൊണ്ട് 2.5 പ്ലസ് 2.5 5 പ്ലസ് ആ നടുവിൽ വരുന്ന എന്താണ് 2 ലൈൻ റോഡ് എന്നുള്ള കേസ് കൺസെപ്റ്റിൽ എന്താണ് അവിടെ ഒരു 7 അല്ലെ. സോ 7 + 5 12 മീറ്റേഴ്സ് ആണ് അവിടെ അല്ലെ. നിങ്ങൾ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ് അല്ലെ. സോ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ്റെ കേസിൽ 12 മീറ്റേഴ്സ് അല്ലെ. 12 മീറ്റേഴ്സ് വരുന്നതിന്റെ ആ ഒരു കേസ് ആണ് പറയുന്നത്. സോ 12 മീറ്റേഴ്സ് ആണ് ഫോർ എന്താണ് സിംഗിൾ ആയാലും ഡബിൾ ആയാലും നമ്മൾ യൂഷ്വലി അവിടെ പറയുന്നത് 12 മീറ്റേഴ്സ് ആണ്. അതുപോലെ എന്താണ് മൗണ്ടേനിയസ് ആൻഡ് സ്റ്റീപ്പ് ആണെങ്കിൽ അവിടെ എന്താണ് യൂഷ്വലി സിംഗിളിന് 6.25 മീറ്റേഴ്സും അതുപോലെ എന്താണ് ഡബിളിന് 8.8 മീറ്റേഴ്സുമാണ് പറയാറ് അല്ലെ. സോ അതുകൊണ്ട് ആ മൗണ്ടേനിയസ് സ്റ്റീപ്പിന്റെ വാല്യൂ നിങ്ങൾ ഓർത്ത് വെച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ പ്ലെയിൻ ആൻഡ് റോളിംഗിന്റെ കേസ് ഓർത്ത് വെക്കുക അല്ലെ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നതാണ് മേജർ ഡിസ്ട്രിക്ട് റോഡിന്റെ കേസ് ആണ്. മേജർ ഡിസ്ട്രിക്ട് റോഡിന്റെ കേസിൽ ഈ പറഞ്ഞ പോലെ സിംഗിൾ ആൻഡ് ഡബിൾ ആയാൽ എന്താണ് രണ്ട് കേസിലും 9 ആണ്. അതുപോലെ എന്താണ് നമ്മൾ യൂഷ്വലി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഇനി എന്താണ് നമ്മൾ അതർ ഡിസ്ട്രിക്ട് റോഡും അതുപോലെ എന്താണ് നമ്മൾ വില്ലേജ് റോഡ്സ് ഒക്കെ പറയും അല്ലെ. വില്ലേജ് റോഡ്സ് ഒക്കെ പറയും. ആ കേസിലൊക്കെ നമ്മൾ യൂഷ്വലി ഡബിൾ ലൈൻ റോഡ്സ് മൗണ്ടൈൻ റോഡ്സിൽ കൊടുക്കാറില്ല, സിംഗിൾ ലൈൻ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ പറയാറ്. സോ അവിടെ എത്രയാണ് 4.75 മീറ്റേഴ്സ് ആണ് ഫോർ സിംഗിൾ ലൈൻ. അതുപോലെ ODRന്റെ കേസിൽ സിംഗിളും ഡബിളും അല്ലെ. സോ അവിടെ എന്താണ് സിംഗിളിന് 7.5 മീറ്റേഴ്സ്, അതുപോലെ എന്താണ് ഡബിൾ ലൈൻ എന്താണ് 9 മീറ്റേഴ്സ് ആണ് അല്ലെ. ഇവിടെ എന്താണ് രണ്ട് കേസും അതന്നെ അല്ലെ. സോ ഇവിടെയൊക്കെ രണ്ട് കേസിലും 12 9 ആയിരുന്നു. ഇവിടെ അതർ ഡിസ്ട്രിക്ട് റോഡ്സിലാണ് നമ്മൾ പറയുന്നത് എന്താണ് 7.5 മീറ്റേഴ്സ് ഫോർ സിംഗിളും 9 മീറ്റേഴ്സ് ഫോർ ഡബിൾ ലൈൻ വന്നല്ലേ. അതുപോലെ എന്താണ് ഇവിടെ എന്താണ് ആ ഒരു സിംഗിൾ ലൈനിന് മാത്രമാണ് നമ്മൾ എന്താണ് ആ ഒരു മൗണ്ടേനിയസ് ആൻഡ് റോളിംഗ് സ്റ്റീപ്പ് ടെറൈൻ എന്ന് പറയാറ്. അത് എത്രയാണ് 4.75 മീറ്റേഴ്സ് തന്നെയാണ്. അതുപോലെ എന്താണ് വില്ലേജ് റോഡ്സിന്റെ കേസിൽ എന്താണ് സിംഗിൾ ലൈൻസ് ആണ് രണ്ട് സ്ഥലത്തും കൊടുക്കാറ്. അതെന്താണ് 7.5ഉം അതുപോലെ എത്രയാണ് 4 മീറ്റേഴ്സ് ആണ് ഫോർ മൗണ്ടേനിയസ് ആൻഡ് സ്റ്റീപ്പ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് മെയിൻലി ഇതിൻ്റെ അകത്ത് ഈ നാഷണൽ ഹൈവേ ആൻഡ് സ്റ്റേറ്റ് ഹൈവേ അല്ലെ, SH ആണ് നാഷണൽ ഹൈവേ ആൻഡ് സ്റ്റേറ്റ് ഹൈവേയും. അതുപോലെ എന്താണ് MDRന്റെ കേസ് ഓർത്ത് വെക്കുക. അത് ക്വസ്റ്റ്യൻസിൽ ഇതിന് മുന്നേ പല എക്സാംസിനും വന്നിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് നമ്മൾ കേരള PSC ചോദിച്ചിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് ആ ഒരു രണ്ട് കാര്യം നാഷണൽ ഹൈവേ ആൻഡ് സ്റ്റേറ്റ് ഹൈവേയും അതുപോലെ മേജർ ഡിസ്ട്രിക്ട് റോഡിന്റെ കേസ് അല്ലെ, രണ്ട് എന്താണ് നമ്മൾ പറയുന്ന പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ്റെ കേസ് ഉറപ്പായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. സോ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ഫോർമേഷൻ വിഡ്ത്ത് ഓഫ് ഡബിൾ ലൈൻ നാഷണൽ ഹൈവേ എംബാങ്ക്മെന്റ് അല്ലെ. സോ ആ കേസിൽ എന്താണ് നമ്മൾ പറയാം എന്താണ് ആ ഒരു 7.5 എന്താണ് 7 മീറ്റേഴ്സും പിന്നെ മിനിമം നമ്മൾ പറയുന്ന ആ ഒരു ഷോൾഡർ വിഡ്ത്ത് 5 ആണ് അല്ലെ. അപ്പൊ അതിൽ കൂടുതലാവുന്നതാണ് നല്ലത്. അപ്പൊ ഏറ്റവും ലീസ്റ്റ് എത്രയാണ് 12 മീറ്റേഴ്സ് വേണം അല്ലെ. സോ അതുകൊണ്ട് എന്താണ് D എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് അവിടെ എന്താണ് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കാര്യം. സോ 12 മീറ്റേഴ്സ് ഓർ മോർ ആണ് നമ്മൾ പറയുന്ന ആ ഒരു ഫോർമേഷൻ വിഡ്ത്ത് ഫോർ നാഷണൽ ഹൈവേ എംബാങ്ക്മെന്റ്. ഇനി അതേ ക്വസ്റ്റ്യൻ തന്നെ എന്താണ് നമ്മൾ നാഷണൽ ഹൈവേ കഴിഞ്ഞു ഇനി എന്താണ് മേജർ ഡിസ്ട്രിക്ട് റോഡിന്റെ കേസിൽ ചോദിച്ചല്ലേ. അപ്പൊ ഇനി നിങ്ങൾക്ക് അത് കണ്ണുകൂട്ടി അതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. എത്രയാണ് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന ഈ കേസിൽ പ്ലെയിൻ ആൻഡ് റോളിംഗ് ആണോ നമ്മൾ പറയുന്ന സ്റ്റീപ്പ് ആണോ എന്ന് ചോദിച്ചിട്ടില്ല അല്ലെ. സോ മൗണ്ടൈനിയസ് സ്റ്റീപ്പ് ആണെന്ന് ചോദിച്ചില്ല. അതിന്റെ വാല്യൂ അവിടെ കൊടുത്തിട്ടില്ല. 4.75 മീറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ അവിടെ ഇല്ല അല്ലെ. സോ അതുകൊണ്ട് ഇനി ഇൻ കേസ് അങ്ങനെ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം കാണുകയാണെങ്കിൽ നമ്മൾ എന്താണ് പ്ലെയിൻ ആൻഡ് റോളിംഗ് ആണ് എന്നുള്ള ആ ഒരു അസംഷനിൽ നമ്മൾ അതിന്റെ ആൻസറിലേക്ക് പോകാം. എന്താണ് നമ്മൾ പറയുന്നത് ആസ് പെർ IRC ഫോർമേഷൻ വിഡ്ത്ത് ഓഫ് മേജർ ഡിസ്ട്രിക്ട് റോഡ് അല്ലെ. സോ മേജർ ഡിസ്ട്രിക്ട് റോഡിന്റെ കേസിൽ എന്താണ് 9 മീറ്റേഴ്സ് ആണ് നമ്മൾ അവിടെ ആ ഒരു ആൻസർ കൊടുക്കുന്നത് അല്ലെ. സോ ആ ഒരു ആൻസർ ചൂസ് ചെയ്യുക. സോ ആ ഫോർമേഷൻ വിഡ്ത്തിന്റെ കേസ് രണ്ട് സ്ഥലത്തുള്ള ആ ഒരു കേസ് നിങ്ങൾ ഓർത്ത് വെക്കുക അല്ലെ. സോ നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറയുന്ന മേജർ ഡിസ്ട്രിക്ട് റോഡ്. അതിന് ഇത് ഇപ്പം നമ്മൾ പറഞ്ഞൊരു കേസ് ആണ് അല്ലെ. എന്താണ് മിനിമം വിഡ്ത്ത് ഓഫ് ഷോൾഡർ റെക്കമെൻഡഡ് ബൈ IRC. സോ IRC പറയുന്ന ആ ഒരു മിനിമം വിഡ്ത്ത് ഓഫ് ഷോൾഡർ എത്രയാണെന്നാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഷോൾഡറിന്റെ വിഡ്ത്ത് നമ്മൾ പറയുന്നത് എത്രയാണ് 2.5 മീറ്റേഴ്സ് ആണ് മിനിമം വിഡ്ത്ത്. അതുപോലെ ഡിസൈറബിൾ വിഡ്ത്ത് നമ്മൾ പറയുന്നത് 4.5 മീറ്റേഴ്സ്. ഡിസൈറബിൾ വിഡ്ത്ത് നമ്മൾ പറയുന്നത് എത്രയാണ് 4.5 മീറ്റേഴ്സ് ആണ് ഡിസൈറബിൾ വിഡ്ത്ത് പറയാറ്. അതുപോലെ എന്താണ് മിനിമം വിഡ്ത്ത് നമ്മൾ 2.5 മീറ്റേഴ്സ് പറയുന്നത് അല്ലെ. സോ ആ ഒരു കാര്യം കൂടി അവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക. മിനിമം വിഡ്ത്തും അതുപോലെ എന്താണ് ഡിസൈറബിൾ വിഡ്ത്തിന്റെ ആ ഒരു കേസ്. ഇനി നെക്സ്റ്റ് എന്താണ് മാക്സിമം വിഡ്ത്ത് ഓഫ് റോഡ് വെഹിക്കിൾ ആസ് പെർ IRC. നമ്മുടെ IRC അല്ലെ. IRC എന്താണ് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് അല്ലെ. ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് ആണ്. അത് എപ്പോഴും ഓർത്ത് വെക്കുക, ഒരിക്കലും മറന്നു പോകരുത്. ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് ആണ് IRC എന്ന് പറയുന്ന ആ ഒരു സാധനം അല്ലെ, ആ ഒരു ബോഡി അല്ലെ. ഇനി അത് പ്രകാരം എന്താണ് നമ്മുടെ എന്താണ് വിഡ്ത്ത് ഓഫ് റോഡ് വെഹിക്കിൾ മാക്സിമം വിഡ്ത്ത് ഓഫ് റോഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് അല്ലെ 2.44 മീറ്റേഴ്സ് അല്ലെങ്കിൽ 2.5 മീറ്റേഴ്സ് എന്നുള്ള ഒരു വാല്യൂ നിങ്ങൾ ചിലപ്പോൾ 2.44 ഇല്ലെങ്കിൽ എന്താണ് 2.5 എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക.
സോ എന്താണ് അത് നിങ്ങൾ ചൂസ് ചെയ്യുക അല്ലെ. മാക്സിമം വിഡ്ത്ത് ഓഫ് റോഡ് വെഹിക്കിൾ ആസ് പെർ IRC എന്ന് നമ്മൾ പറയുന്നതാണ് 2.5 മീറ്റേഴ്സ് അല്ലെങ്കിൽ 2.44 മീറ്റേഴ്സ്. എക്സാക്ട്ലി പറയുന്നത് കോഡ് പ്രകാരം 2.44 മീറ്റേഴ്സ് അല്ലെ. അതുകൊണ്ട് 2.5 മീറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ കണ്ടാൽ അത് നിങ്ങൾ എന്താണ് അത് ഓപ്റ്റ് ചെയ്യാം. അപ്പൊ ആ 2.5 മീറ്റേഴ്സും പിന്നെ രണ്ട് സൈഡിലും എന്താണ് രണ്ട് സൈഡിലും ഒരു 0.625 മീറ്റേഴ്സ് ആ ഒരു സ്പേസിങ് നമ്മൾ ആ ഒരു ക്ലിയറൻസും കൂടി കൊടുത്തിട്ടാണ് യൂഷ്വലി സിംഗിൾ ലൈൻ റോഡിന്റെ കേസിൽ ആ ഒരു ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദ റോഡ് 3.75 വെക്കുന്നത് അല്ലേ. സോ ആ 3.75 എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് അവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഇവിടെ എന്താണ് റോഡ് വെഹിക്കിളിന്റെ മാക്സിമം വിഡ്ത്ത് ആണ് ചോദിച്ചത് അല്ലെ. സോ അതുകൊണ്ട് അതെന്താണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 2.5 മീറ്റേഴ്സ്. അതാണ് നമ്മൾ പറയുന്ന ആ ഒരു ആൻസർ. ഓപ്ഷൻ സി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ ആൻസർ. ഇനി ഇതെന്താണ് ഹയസ്റ്റ് പോയിന്റ് ഓൺ എ കാരേജ് വേ ഈസ് നോൺ ആസ് അല്ലെ. ഹയസ്റ്റ് പോയിന്റ് ആണ് ചോദിച്ചത് അല്ലെ. സോ ഹയസ്റ്റ് പോയിന്റ് ഓൺ ദ കാരേജ് വേ ആണ്. അപ്പൊ നമ്മുടെ കാരേജ് വേ ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ഹയസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്ന ആ ഒരു പേര് അല്ലെ. സോ നമ്മൾ യൂഷ്വലി ഈ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്രോസ് ലോപ്പിന് എന്താണ് ക്യാമ്പർ എന്നാണ് പറയാറ് അല്ലെ, കേംബർ എന്നാണ് പറയാറ് അല്ലെ. സോ ക്രോസ് ലോപ്പ് പ്രൊവൈഡഡ് എന്ന് പറയുന്ന പേര് ചോദിക്കുകയാണെങ്കിൽ അതും ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട് അല്ലെ. അതെന്താണ് അത് കേംബർ ആണ്. അതെന്താണ് അതിന്റെ പർപ്പസ് എന്താണ് ഡ്രെയിനേജ് അല്ലെ. ഫോർ ഡ്രെയിനേജ് ആണ് നമ്മൾ ഈ പറയുന്ന കേംബർ പ്രൊവൈഡ് ചെയ്യാറ്. സോ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സാധനമാണ് കേംബർ അല്ലെ. സോ അത് ആ രീതിയിൽ അതായത് എന്താണ് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ എന്താണ് അല്ലെ എലമെന്റ് ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ ഡ്രെയിനേജ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് തരികയാണെങ്കിൽ അതെന്താണ് കേംബർ ആണ് അല്ലെ. അതുപോലെ തന്നെ ആ ഒരു ക്രോസ് ലോപ്പ് പ്രൊവൈഡഡ് ആണെങ്കിലും ഫോർ ഡ്രെയിനേജ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാലും കേംബർ ആണ് ആൻസർ. ഇനി ഇവിടെ ചോദിച്ച കാര്യം എന്താണ് ഹയസ്റ്റ് പോയിന്റ് ഓൺ ദ കാരേജ് വേ ഈസ് നോൺ ആസ് അല്ലെ. ആ ഒരു ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ് ചോദിച്ചത് അല്ലെ. സോ അതുകൊണ്ട് അതെന്താണ് നമുക്ക് ഇവിടെ അറിയാം എന്താണ് ക്രൗൺ ആണ് അല്ലെ. സോ ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിനെയാണ് നമ്മൾ ക്രൗൺ എന്ന് പറയാറ്. അതുകൊണ്ട് ആ ഒരു ആൻസർ ഓർത്ത് വെക്കുക. ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ദ റോഡ് ക്രോസ് സെക്ഷൻ നമ്മൾ ക്രൗൺ എന്ന് പറയുന്നു. ആ ക്രോസ് ലോപ്പിനെ നമ്മൾ കേംബർ എന്ന് പറയുന്നു. അതുപോലെ സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി എന്താണ് ആ ഒരു ഇന്നർ എഡ്ജും ഔട്ടർ എഡ്ജും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇൻ എലിവേഷൻ ആണ്. യൂഷ്വലി നമ്മൾ കർവുകളിലൊക്കെ ആ ഒരു സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ അല്ല, ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒഴിവാക്കാൻ കൊടുക്കുന്ന ആ ഒരു എന്താണ് ഡിഫറൻസ് ഇൻ സ്ലോപ്പിനെയാണ് നമ്മൾ ഡിഫറൻസ് ഇൻ സ്ലോപ്പ് അല്ല ഡിഫറൻസ് ഇൻ എലിവേഷൻ അല്ല ഇന്നറും ഔട്ടർ എഡ്ജും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇൻ എലിവേഷനാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ എന്ന് പറയാറ്. അതുപോലെ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രേഡിയന്റ് നമ്മൾ ഈ കേംബറിന്റെ കേസിൽ ആ ഒരു റോഡിന്റെ ട്രാൻസ്വേഴ്സ് അല്ലെ ആ റോഡിന്റെ ക്രോസ് സെക്ഷന്റെ കേസിൽ പറയുന്ന ആ ഒരു എന്താണ് റൈസ് ആൻഡ് ഫോൾ ആയിരുന്നു. അതേ സമയത്താണ് ആ ഒരു വെഹിക്കിളിന്റെ മൂവ്മെന്റ് അല്ലെ ആ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ പറയുന്ന ആ ഒരു റൈസ് ആൻഡ് ഫോൾ ഓഫ് സ്ലോപ്പിനെയാണ് നമ്മൾ എന്താണ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് അല്ലെ. സോ അതുകൊണ്ട് ആ ഗ്രേഡിയന്റും കേംബറും നിങ്ങൾ ഓർത്ത് വെക്കുക അല്ലെ. ഒന്ന് എന്താണ് വെഹിക്കിൾ മൂവ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ അതായത് റോഡിന്റെ ക്രോസ് സെക്ഷൻ അല്ലെ. സോ ആ കേസിലാണ് നമ്മൾ കേംബർ പറയുന്നത്. അതേസമയത്ത് ഗ്രേഡിയന്റ് ആകുമ്പോൾ എന്താണ് ആ വെഹിക്കിളിന്റെ മൂവ്മെന്റ് അല്ലെ വെഹിക്കിളിന്റെ മൂവ്മെന്റ് ഡയറക്ഷൻ അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലാണ് നമ്മൾ എന്താണ് ഗ്രേഡിയന്റ് ആ റൈസ് ആർ ഫോളിനെയാണ് നമ്മൾ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് അല്ലെ. സോ അതുകൊണ്ട് ആ ഒരു കേംബറും ഗ്രേഡിയന്റിന്റെ ആ ഒരു ഡെഫിനേഷൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഓർത്ത് വെക്കുക അല്ലെ. ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് അതായത് വെഹിക്കിൾ മൂവ്മെന്റ് ഡയറക്ഷനിലാണെങ്കിൽ അത് ഗ്രേഡിയന്റ്, അതിന് പെർപെൻഡിക്കുലർ അതായത് നമ്മുടെ റോഡിന്റെ ക്രോസ് സെക്ഷന്റെ ആ ഒരു ഇത് അല്ലെ. സോ അവിടെയാണെങ്കിൽ നമ്മൾ കേംബർ എന്ന് പറയും. ഇനി കേംബറിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിനെയാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത്. അതുപോലെ സൂപ്പർ എലിവേഷൻ ഈ പറയുന്ന പോലെ എന്താണ് ആ ഒരു ഡിഫറൻസ് ഇൻ എലിവേഷൻ തന്നെയാണ്, പക്ഷെ അതെവിടെയാണ് കർവുകളിലാണ് വരുന്നത് അല്ലെ. സോ എല്ലാം തന്നെ ഒരു ഏകദേശം അവർ അടുത്തടുത്ത് നിൽക്കുന്ന ടേമുകളാണ് അല്ലെ. സോ അതുകൊണ്ട് അത് ഈ ഒരു 4 കാര്യങ്ങളും പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കുക. അതാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 പോവാം. ഇത് അഗെയിൻ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ കേംബറിന്റെ വാല്യൂസ് അത് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾ ബേസ്ഡ് അപ്പോൺ ദ റോഡ് അല്ലെ ബേസ്ഡ് അപ്പോൺ ദ റോഡ് ടൈപ്പ് ഓഫ് റോഡ് നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന കേംബറിന്റെ വാല്യൂസ് മാറുക എന്നുള്ളത് അല്ലെ. ടൈപ്പ് ഓഫ് റോഡും അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറയുന്ന ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ. സോ എന്താണ് ടൈപ്പ് ഓഫ് റോഡും അതുപോലെ എന്താണ് റെയിൻഫോൾ അല്ലെ. റെയിൻഫോളിന്റെയും ബേസിസിൽ നമ്മൾ എങ്ങനെയാണ് ഹെവി റെയിൻഫോളും അതുപോലെ ലോ റെയിൻഫോൾ. സോ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് ഈ പറയുന്നത് എന്താണ് നമ്മൾ പറയുന്ന കേംബർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അല്ലെ അത് എന്താണ് ടൈപ്പ് ഓഫ് റോഡും ഉണ്ട് അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറയുന്ന റെയിൻഫോൾ പാരാമീറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയും ക്വസ്റ്റ്യൻസ് എവിടെ വേണ്ടിയിട്ടുണ്ട് അല്ലെ. സോ അതുകൊണ്ട് ഈ 2 ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കേംബർ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ അകത്ത് എന്താണ് നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് റോഡ്സ് ആണ്. അതുപോലെ എന്താണ് ബിറ്റുമിനസ് റോഡ്സ് ഉണ്ട്, അതുപോലെ എന്താണ് വാട്ടർ ബൗണ്ട് മെക്കാഡം അല്ലെ അതുപോലെ എന്താണ് എർത്തേൺ റോഡ്സ് ഇതാണ് നമ്മൾ പറയുന്ന ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് അല്ലെ. സോ എർത്തേൺ റോഡ്സ് WBM ബിറ്റുമിനസ് മെക്കാഡം അതുപോലെ സിമെന്റ് കോൺക്രീറ്റ് പേയ്മെന്റ് അല്ലെ. സോ ജസ്റ്റ്
എന്താണ് നിങ്ങൾ ആ ഒരു ഈ ഒരു ടേബിൾ ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക. ഇത് ഒരുപാട് പ്രാവശ്യം, അതിപ്പോ ഈ കേസിൽ എന്താണ് ഹെവി റെയിൻഫോൾ ടു ലൈറ്റ് റെയിൻഫോൾ ഏരിയ ഫോർ സിമെന്റ് കോൺക്രീറ്റ് ആണ് ചോദിച്ചത് അല്ലെ. ചിലപ്പോൾ എന്താണ് ബിറ്റുമിനസ് പേയ്മെന്റിന്റെ കേസിൽ ഹെവി റെയിൻഫോൾ ഏരിയക്ക് പറയുന്ന എന്താണ് ആ ഒരു കെയിംബർ വാല്യൂ എത്രയാണ്, അതുപോലെ എന്താണ് വാട്ടർ ബോൺ മെക്കാഡത്തിന്റെ കേസിൽ ലൈറ്റ് റെയിൻഫോളിന്റെ കേസിൽ പറയുന്ന കെയിംബർ വാല്യൂ എത്രയാണ്, അതുപോലെ എർത്ത് ആൻഡ് റോഡ്സിന്റെ കേസിൽ പറയുന്ന കെയിംബറിന്റെ വാല്യൂ എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് നമ്മൾ കാണാറുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് നോക്കാം അല്ലെ. സോ ഹെവി റെയിൻഫോൾ സിമെന്റ് കോൺക്രീറ്റിന്റെ കേസിൽ 2, അതുപോലെ ലോ റെയിൻഫോൾ ആണെങ്കിൽ 1.7 പെർസെന്റേജസ് ആണ്, 2%ഉം 1.7%. ഇനി എന്താണ് ബിറ്റുമിനസ് റോഡിന്റെ കേസിൽ ഈ 2% ആണ് ലോ റെയിൻഫോൾ 2% ആണ്, അതുപോലെ എന്താണ് ഹെവി റെയിൻഫോളില് 2.5%. ഇനി എന്താണ് ഈ 2.5% ഇങ്ങോട്ടേക്ക് വരിക. 2.5% എവിടെയാണ് ലോ റെയിൻഫോൾ ഫോർ എന്താണ് WBM അല്ലെ. അതുപോലെ എന്താണ് ഇവിടെ 3 ആയി. ഇനി എന്താണ് ആ 3 ഇപ്പുറത്ത് അല്ലെ 3% ആണ്. ഓക്കെ, ആ 3% ആണ് നമ്മൾ പറയുന്ന അല്ലെ 3% ആണ് അവിടെ എന്താണ് നമ്മൾ പറയുന്ന എർത്ത് ആൻഡ് റോഡ്സിന്റെ കേസിൽ ഫോർ ഹെവി റെയിൻഫോൾ 3% ഫോർ ലൈറ്റ് റെയിൻഫോൾ, അതുപോലെ എന്താണ് 4% ഫോർ ലൈറ്റ് റെയിൻഫോൾ. അപ്പൊ ഇത്രയും വാല്യൂസ് കൊടുത്ത് വെക്കുക അല്ലെ. കറക്റ്റ് ആ ഒരു 2, 2.5, 3, 4 പഠിച്ചാൽ തന്നെ നമുക്ക് ഏത് ഐഡിയ കിട്ടും അല്ലെ. ആ 2 അങ്ങോട്ടേക്ക് പോകുന്നു, 2.5 അങ്ങോട്ടേക്ക് പോകുന്നു, പിന്നെ 3 അങ്ങോട്ടേക്ക് പോകുന്നു അല്ലെ. സോ ആ 1.7ഉം 4ഉം മാത്രം പിന്നെ അറിഞ്ഞു വെച്ചാൽ മതി. സോ ആ ഒരു ഓർഡറിൽ നിങ്ങൾ അത് എഴുതി പോകും അല്ലെ. സോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എഴുതി 1.7 കഴിഞ്ഞിട്ട് 2, 2 കഴിഞ്ഞിട്ട് 2.5, 2.5 കഴിഞ്ഞിട്ട് 3, 3 കഴിഞ്ഞിട്ട് 4 അല്ലെ. ആ ഒരു ഓർഡറിൽ തന്നെ എഴുതി പോയാൽ പിന്നെ കാര്യം എളുപ്പം. പിന്നെ ആ ഒരു ഡയഗണലി നമ്മളത് വീണ്ടും എടുത്ത് എഴുതിയാൽ മതി അല്ലെ. സോ അതുകൊണ്ട് ആ രീതിയിൽ പഠിച്ചു വെക്കുക. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആണ് റേഞ്ച് ഓഫ് കേംബർ ഓഫ് സിമെന്റ് കോൺക്രീറ്റ് റോഡ് സർഫസ് ഇൻ ഹെവി റെയിൻഫോൾ ഏരിയ ടു ലൈറ്റ് റെയിൻഫോൾ ഏരിയ അല്ലെ. സോ അവിടെ എന്താണ് നമ്മളിവിടെ 1 in n വാല്യൂസ് ആണ് ചോദിച്ചത് അല്ലെ. സോ 2% എന്ന് പറഞ്ഞാൽ എന്താണ് 2% എന്ന് പറഞ്ഞാൽ 2/100 ആണ് അല്ലെ. സോ 2% അല്ലെ 2% 2/100 ആണ്. സോ എന്താണ് ഇത് 1/50 അല്ലെ 1 in 50 ആണ്. സോ ജസ്റ്റ് ആ ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ലല്ലേ, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. 1 in 50 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എയിൽ മാത്രമാണ് അല്ലെ. അതുപോലെ എന്താണ് നമുക്ക് ജസ്റ്റ് മറ്റേതും കൂടി നോക്കാം. 1.7% എന്താണ് 1.7/100 ആണ്. സോ അത് അപ്രോക്സിമേറ്റ്ലി എന്താണ് 1/60 അടുത്താണ് ആ ഒരു വാല്യൂ വരിക അല്ലെ. സോ അതുകൊണ്ട് എന്താണ് 1 in 50 to 1 in 40 എന്ന് പറയുന്ന ആ ഒരു ആൻസർ അല്ലെ. സോ അതാണ് നമ്മൾ പറയുന്ന ആ ഒരു സിമെന്റ് കോൺക്രീറ്റ് പേയ്മെന്റിന്റെ കേസിൽ നമ്മൾ പറയുന്ന ആ ഒരു വാല്യൂ. ഇനി 2.5 to 2 ആണെങ്കിൽ അല്ലെ 2% 1 in 50 ആണെന്ന് അറിയാം. 2% 1 in 50 ആണ്. അതുപോലെ എന്താണ് 2.5% വരുമ്പോൾ എന്താണ് 2.5/100 വരും. അത് എത്രയാണ് അപ്രോക്സിമേറ്റ്ലി എന്താണ് 1/2.5 അല്ലെ. സോ 1/40 വരും. സോ അതാണ് നമ്മൾ അവിടെ എന്താണ് അല്ലെ 25, 50, 75, 100 അല്ലെ. സോ 1/40 വരും. സോ 1/40 to എന്താണ് 1/40 to 1/50, 1/40 to 1/40 ആണ് സെക്കൻഡ് കേസ് വരിക. അതുപോലെ തേർഡ് കേസിൽ എന്താണ് 1/40 to എന്താണ് 1 in 33 വരും അല്ലെ. 3 എന്ന് പറയുമ്പോൾ 3/100 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എന്താണ് 1/33 ആണ് ആൻസർ വരിക അല്ലെ. സോ അതുകൊണ്ട് 1/33 to 1/40 ആണ് നമ്മുടെ WBMന്റെ കേസിൽ വരിക. അതുപോലെ എന്താണ് 1/25 to 1/33 ആണ് നമ്മുടെ ലാസ്റ്റ് കേസിൽ അല്ലേ. സോ ജസ്റ്റ് ആ ഒരു നമ്മൾ ബേസിക്കലി ഈ ഒരു ടേബിൾ ഓർത്ത് വെച്ചാൽ മതി. അതിൻ്റെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്താണ് നമ്മൾ പറയുന്ന പോലെ 1 in n വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അല്ലെ. സോ ആ കേസിൽ ആൻസർ വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അല്ലെ. സോ അതാണ്. അപ്പൊ ഈ ഒരു കേസ് ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഏത് ടൈപ്പ് റോഡിന് ഇന്ന ടൈപ്പ് ഓഫ് റെയിൻഫോൾ അല്ലെ ഹെവി റെയിൻഫോൾ അല്ലെങ്കിൽ ലൈറ്റ് റെയിൻഫോൾ ആവുന്ന കേസിൽ എങ്ങനെയാണ് ആ ഒരു വാല്യൂസ് വരുന്നത് അല്ലെ. സോ അത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് നോക്കി വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കുറെ എക്സാംസിന് വന്നിട്ടുള്ള ആ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് പോവാം. റെക്കമെൻഡഡ് വാല്യൂ ഓഫ് ലാറ്ററൽ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലെ. അവിടെ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കാനുണ്ട്. ഒന്ന് എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പറയാറുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അതുപോലെ എന്താണ് ലാറ്ററൽ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. സോ ഇവിടെ എന്താണ് നമ്മൾ യൂഷ്വലി ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ വെഹിക്കിളിന്റെ മൂവ്മെന്റ് ഡയറക്ഷൻ അല്ലെ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഫ്രിക്ഷനെയാണ് നമ്മൾ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ കേസിലും അതുപോലെ എന്താണ് നമ്മൾ അങ്ങനെയുള്ള കേസിൽ അല്ലെ, അതായത് ആ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് ഓഫ് വെഹിക്കിൾസ് വരുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫ്രിക്ഷനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂസ് 0.35 to 0.40 അല്ലെ. അതേസമയത്ത് ലാറ്ററൽ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഡയറക്ഷൻ അല്ലെ, ആ ഒരു വെഹിക്കിളിന്റെ ആ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെ, അതിന്റെ എന്താണ് ആ ഒരു സൈഡിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്രിക്ഷൻ അല്ലെ, അത് നമ്മൾ എന്താണ് ആ ഒരു വെഹിക്കിൾ കർവുകളിലൊക്കെ പോകുമ്പോൾ എന്താണ് നമ്മൾ സൂപ്പർ എലിവേഷൻ ഡിസൈനിലൊക്കെയാണ് നമ്മൾ യൂഷ്വലി എന്താണ് ഈ പറയുന്ന ലാറ്ററൽ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. സോ അവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ 0.15 ആണ് അല്ലെ. ഇനി എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ് ലാറ്ററൽ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ ആണ് ചോദിച്ചത്. അതുകൊണ്ട് എന്താണ് അതിന്റെ ആൻസർ നിങ്ങൾ ഒരു നിസ്സംശയം എന്താണ് കണ്ണും പൂട്ടി അവിടെ കൊടുക്കാം 0.15 ആണ്.
ലോഞ്ചിറ്റ്യൂഡിനൽ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണെങ്കിൽ ഈ പറയുന്ന അല്ലെ 0.35 0.4 ഇടയിലാണ് ആൻസർ വരേണ്ടത് അല്ലെ. സോ ഇവിടെ ലാറ്ററൽ കോഫിഷ്യന്റ് ചോദിച്ചുകൊണ്ട് എന്താണ് 0.15 ആണ് നമ്മുടെ ആ ഒരു ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. എന്താണ് നമ്മൾ പറയുന്നത്? നെക്സ്റ്റ് നമ്മുടെ എന്താണ് ജോമെട്രി ഡിസൈനിലേക്ക് കയറുന്നതിന്റെ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് എക്സ്പ്രഷൻ ഫോർ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെ. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ നമുക്കറിയാം. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മിനിമം ഡിസ്റ്റൻസ്. നമ്മളൊരു ഒബ്സ്ട്രക്ഷൻ കാണുന്നു, ആ ഒബ്സ്ട്രക്ഷൻ കണ്ടിട്ട് നമ്മൾ എന്താണ് ആ ഒരു വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ആ ഒരു എന്താണ് നമുക്ക് ആ ഒരു ആക്സിഡന്റ് ആവാതെ എന്താണ് ആ ഒരു വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ആ ഒരു മിനിമം ഡിസ്റ്റൻസ്, ആ ഒരു സേഫ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. സോ ആ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് യൂസ് ചെയ്യാൻ വേണ്ടി, അത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാണെന്നാണ് ക്വസ്റ്റൻ അല്ലെ. സോ അതുകൊണ്ട് എന്താണ് അത് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ് SD സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്, SD അല്ലെങ്കിൽ SSD എന്ന് പറയും അല്ലെ. സോ എന്താണ് VT + V²/2GF ആണ്. അതിൽ V എന്താണ്? V ഇസ് ദ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ. ഇവിടെ മീറ്റർ/സെക്കൻഡിലാണ് അല്ലെ. മീറ്റർ/സെക്കൻഡിലാണ് ഇവിടെ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ എന്താണ് T ഇസ് ദ റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ. അതായത് നമ്മുടെ ആ ഒരു അല്ലെ ആ ഒരു എന്താണ് ആ ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് അടുത്ത ആ ഒരു ജോമെട്രി ഡിസൈനിന്റെ അകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ. സോ അതായത് ബേസിക്കലി ആ ഒരു ഡ്രൈവർ എന്താണ് ആ ഒരു ഒബ്സ്ട്രക്ഷൻ കണ്ടിട്ട് അയാൾ എന്താണ് ആ ഒരു അതൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈം അല്ലേ, അതിനാണ് നമ്മൾ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് അല്ലെ. സോ അതുകൊണ്ട് അതുപോലെ എന്താണ് ഇവിടെ രണ്ട് വാല്യൂസ്, ഈ രണ്ട് ഡിസ്റ്റൻസിന്റെ ആ ഒരു നോമൻക്ലേച്ചറും കൂടി അറിഞ്ഞു വെക്കാം. ഇതെന്താണ് നമ്മൾ പറയുന്ന ലാഗ് ഡിസ്റ്റൻസ്. ഈ പറയുന്ന സാധനം ലാഗ് ഡിസ്റ്റൻസ് ആണ്. അതുപോലെ ഇതെന്താണ്? ഇത് നമ്മൾ പറയുന്നത് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് അല്ലെ. സോ ലാഗ് ഡിസ്റ്റൻസും അതുപോലെ എന്താണ് ഇത് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. സോ നമ്മൾ യൂഷ്വലി എന്താണ് ആ ഒരു വെഹിക്കിൾ ഒരു ഒബ്സ്ട്രക്ഷൻ കണ്ടിട്ട് നമ്മൾ എന്താണ് അത് ഒബ്സ്ട്രക്ഷൻ ആണോ അല്ലയോ നമ്മുടെ ബ്രെയിൻ അനലൈസ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതൊരു ഒബ്സ്ട്രക്ഷൻ ആണെന്ന് ബ്രെയിൻ അനലൈസ് ചെയ്ത് അവസാനം ആ ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം എന്താണ് ആ ഒറ്റ ഇൻസ്റ്റന്റ് തന്നെ വണ്ടി നിൽക്കുന്നില്ല അല്ലെ, കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് നമ്മുടെ വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. സോ അതുകൊണ്ട് ആ ഒരു ഇക്വേഷൻ കൊടുത്തു. അതുപോലെ ഇതിന്റെ എന്താണ് km/h ഇനി കൺവേർട്ട് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്താൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 0.278 VT + V²/254F അല്ലെ. 254F. ഇനി ഇൻ കേസ് അവിടെ എന്താണ് ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ F ± -0.01n അല്ലെ. സോ ആ ഒരു സാധനം അവിടെ വരും. സോ എന്താണ് എഫിഷ്യൻസി ഉണ്ടെങ്കിൽ എഫിഷ്യൻസി η/F എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കൂടി അവിടെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. സോ അതൊക്കെയാണ് നമ്മൾ യൂഷ്വലി എന്താണ് ഈ പറയുന്ന സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ കേസിൽ നമ്മൾ പറയാറ് അല്ലെ. സോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു എക്സ്ട്രാ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ് ആ ഒരു ക്രോസ് സെക്ഷൻ എലിമെന്റ്സിൽ പൊതുവെ കുറേ അധികം പ്രാവശ്യം വന്ന ക്വസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെ. സോ അതുകൊണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് എന്താണ് നമുക്ക് ഒരു നമ്മുടെ ഓവർസിയർ ബാച്ച് ഒക്കെ ഇപ്പം റണ്ണിങ് ആണ്. അപ്പൊ നിങ്ങൾ ഓവർസിയർ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് അല്ലെ പൊതുവെ ഒരു എല്ലാ 2 മാസം കൂടുമ്പോഴൊക്കെ ഒരു എക്സാം ഒക്കെ സ്ഥിരമായിട്ട് നമ്മൾ കേരള PC ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എന്താണ് നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻ കാര്യക്ഷമമാക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ഓവർസിയർ സിവിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 10,000 rupees ആണ് അവിടെ എന്താണ് ആ ഒരു ഫീസ് ആയിട്ട് പറയുന്നത്. ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ എന്താണ് ഈ താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. വീക്കിലി ഒരു 3 to 4 ഡേ ക്ലാസ് ആണ് ഉണ്ടാവാറ്. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ, നമ്മൾ എന്താണ് സബ്ജക്ട് ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു സബ്ജക്ട് കഴിഞ്ഞാൽ ടോപ്പിക് ടെസ്റ്റ്, അങ്ങനെ പല പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് അല്ലെ. മെന്റർഷിപ്പ് ഉണ്ട്, അതുപോലെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യുക. കാരണം ഇനി ഉടനെ അടുത്ത് തന്നെ നമുക്കൊരു ഈ ബാച്ചും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കറന്റ് നമ്മൾ എന്താണ് ഒരു ഓവർസിയർ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ജസ്റ്റ് ആ ഒരു നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്കിനി ആ ജോമെട്രി ഡിസൈനിന്റെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പം അതുവരെ ബൈ, താങ്ക് യു.